Introduction, Kenza Fatima. Fabulous evening, one and all present over here. Me, Kenza Fatima. All of you welcome to our wonderful event, Gala Chukke 25, annual day celebration of our school. To kick off this event, we have the pleasure of welcome our respected chief guest, beloved parents, loving teachers, and the powerful PTA supporting management, and my dear friends. Hearty welcome to our celebration, Gala Chukke 25. Today is our day. Watch and enjoy it. We need your strong support, blessing, and appreciation for the victory of our program. With a happy and proud, I would like to invite our loving HM, Ambika teacher, who will deliver a good welcome speech. Teacher, please. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ നമ്മുടെ 84ാം വാർഷികാഘോഷ പരിപാടിയിലാണ്. പ്രീ പ്രൈമറി കുട്ടികളുടെ പരിപാടികൾ ഏകദേശം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് LP വിഭാഗം കുട്ടികളുടെ പരിപാടികളാണ് നടക്കാനുള്ളത്. ഏകദേശം 2007 മുതലാണ് നമ്മൾ ഈ വാർഷികാഘോഷ പരിപാടി ഈ രീതിയിൽ നടന്നു തുടങ്ങിയത്. അന്ന് മുതൽ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ PTA മാനേജ്മെൻറ്റ് എല്ലാവരും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് വളരെ നന്നായിട്ട് വാർഷികാഘോഷ പരിപാടികൾ നടക്കാൻ ഓരോ കൊല്ലം മികച്ച രീതിയിൽ നടത്താൻ കഴിയുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. എല്ലാവർക്കും സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റംല ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ടീച്ചർക്ക് ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി വഹിക്കുന്നത് എൻ്റെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ്, ഹസൈൻ അരീക്കാടിനാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മാനേജർ മുനീർ ഹുദവി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരുണ്യച്ചെപ്പ് കൈമാറ്റം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രീ പ്രൈമറി കുട്ടികളുടെ ടാലൻറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ യൂനുസ് ഹാജി ട്രഷറർ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടി മാസ്റ്റർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ PTA വൈസ് പ്രസിഡൻറ്റ് സഫ്വാൻ വാഫി, MTA പ്രസിഡൻറ്റ് സഫീന തത്രംപള്ളി, വൈസ് പ്രസിഡൻറ്റ് നാദിയ MK എന്നിവരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് പ്രതിനിധി മജീദ് ഫൈസി അവർകളുണ്ട്. അദ്ദേഹം ഏത് കാര്യത്തിലും സ്കൂളിൻ്റെ ഓരോ കാര്യത്തിലും പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോഴൊക്കെ വളരെ സ്നേഹപൂർവ്വം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് സഹായമായിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ PTA പ്രസിഡൻറ്റ് ഹസൈൻ അരീക്കാടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സമ്മേളനത്തിൻ്റെ മുഖ്യാതിഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, കുറ്റിപ്പുറം നോർത്ത് AMLP സ്കൂൾ അതിൻ്റെ 84ാം വാർഷികത്തിൻ്റെ സന്തോഷ സുദിനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദിവസങ്ങളായി നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ വളരെ ആവേശപൂർവ്വം ഓരോ പരിപാടികളും നമുക്കിന്ന് അവതരിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പരിശ്രമത്തിലായിരുന്നു. നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനം
നമ്മുടെ കോട്ടക്കൽ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, അതുപോലെ നമ്മുടെ വാർഡ് കൗൺസിലറുമായ ടീച്ചറെ, റംല ടീച്ചറെ ഈ വേദിയിൽ റംല ടീച്ചറെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. AMLP സ്കൂൾ കുറ്റിപ്പുറം നോർത്തിൻ്റെ 84-ാം വാർഷികാഘോഷ പരിപാടിയിലെ അധ്യക്ഷനും സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റുമായിട്ടുള്ള ഹസൈൻ അരീക്കാടൻ അവർകൾ, സ്വാഗത ഭാഷണം നടത്തിയ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് അംബിക ടീച്ചർ, ആമുഖ പ്രസംഗം നടത്തിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി കെൻസ ഫാത്തിമ, പ്രിയപ്പെട്ട മാനേജർ ഇൻചാർജ് മുനീർ ഹുദവി സാർ, ട്രഷറർ യൂനുസ് ഹാജി, PTA വൈസ് പ്രസിഡന്റ് സഫ്വാൻ വാപ്പി, MTA പ്രസിഡന്റ് സഫീന തത്രാമ്പള്ളി, PTA വൈസ് പ്രസിഡന്റ് സഫ്വാൻ വാപ്പി, MTA വൈസ് പ്രസിഡന്റ് നാജിയ, നജമുൽ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധിയായിട്ടുള്ള മജീദ് ഫൈസി, അതുപോലെ ബഹുമാന്യനായിട്ടുള്ള മുൻ അധ്യാപകൻ ബാവ മാസ്റ്റർ, പ്രിയപ്പെട്ട ഷിബിലി അഡ്വക്കേറ്റ് ഷിബിലി അടക്കമുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ബഹുമാന്യരെ, നാട്ടുകാരെ, 84-ാം വാർഷികാഘോഷം AMLP സ്കൂൾ കുറ്റിപ്പുറം നോർത്തിൻ്റെ ഗാല 2K25 വാർഷികാഘോഷ പരിപാടിയിലാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കറിയാം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിമിഷം അവർക്ക് ഏറ്റവും വിലപ്പെട്ടതും ഏറെ സന്തോഷകരവും വിലമതിക്കാനാവാത്തതുമാണ്. കാരണം ഒരു വർഷത്തെ അധ്യയനത്തിനിടയ്ക്ക് അവർ ആർജിച്ചെടുത്ത കഴിവുകൾ അവതരിപ്പിക്കുക എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും കാണിച്ചു കൊടുക്കാനുള്ളൊരു വേദിയായിട്ട് കുട്ടികൾ ഇതിനെ മാറ്റിയെടുക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട്. കാരണം കുട്ടികൾക്ക് ആർജിതമാക്കേണ്ട ഒട്ടേറെ കഴിവുകൾ അധ്യാപകർ അവരിലേക്ക് അർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അതിനപ്പുറത്തേക്ക് അവരുടെ കലാപരമായിട്ടുള്ള മികവുകളെ ചികഞ്ഞെടുത്തുകൊണ്ട് അവരെ അതിലേക്ക് പ്രാപ്തമാക്കുകയും അത് അവർക്ക് അവതരിപ്പിക്കാനുള്ള ഒരു വേദി നൽകുക കൂടി ചെയ്യുമ്പോഴാണ് അവരുടെ ഒരു അധ്യയന വർഷം പൂർണ്ണമാകുന്നത് എന്ന് നമുക്കറിയാം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ കഴിവുകളും ഉൾക്കൊള്ളുന്നവരാണ്. എല്ലാ കഴിവുകളിലും അവരിൽ അർപ്പിതമാണ്. നമ്മെക്കാൾ ഉപരി എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് വളരെയധികം മനസ്സിലാക്കിയെടുക്കാനും അവതരിപ്പിക്കാനുമുള്ള കഴിവുകളുമൊക്കെ ഉണ്ട്. ആ കുട്ടികളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ ഒരു വേദി ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ പ്രീ പ്രൈമറി കുട്ടികളുടെ ഏതാനും പരിപാടികൾ ഞാൻ അവിടെ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടികളുടെ കഴിവുകൾ എത്രമാത്രം വികസിതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഓരോ അക്കാദമിക് ഇയറിലും ഓരോ വർഷവും കുട്ടികൾ ക്ലാസ് മുറികൾക്കപ്പുറത്തേക്ക് അവരുടെ കഴിവുകളെ കൂടി വർണ്ണാഭമാക്കുന്ന ഒരവസരം കൂടിയാണ് അവർക്ക് ഇങ്ങനെയുള്ള വാർഷികാഘോഷങ്ങളൊക്കെ എന്നിരിക്കെ അവർക്ക് സപ്പോർട്ടായി നിൽക്കുന്നതിന് വേണ്ടി നല്ല ഒരു മാനേജ്മെൻറ്റ് ടീം കൂടെയുണ്ട് എന്നോർക്കുമ്പോൾ അഭിമാനമുണ്ട്. മാത്രവുമല്ല, ഒരു PTA എക്സിക്യൂട്ടീവ്, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഉൾക്കുന്ന PTA കമ്മിറ്റിയും മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ഒന്നിച്ചിരുന്നു കൊണ്ട് കൂട്ടായ തീരുമാനത്തോടെ എടുക്കുന്ന ഏതൊരു പ്രവർത്തനവും 10 മടങ്ങ് ഊർജിതപ്പെടുത്താനും മാത്രവുമല്ല മികവുറ്റതാക്കാനും ഓരോ മത്സരത്തെയും ഓരോ പരിപാടിയെയും ഓരോ ആഘോഷങ്ങളെയും 10 മടങ്ങ് വർദ്ധിപ്പിച്ചു കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കുട്ടികൾക്ക് ഒട്ടേറെ കഴിവുകളുണ്ട്. ആ കഴിവുകളെ തിരിച്ചറിയുകയും
അവരുടെ സ്വഭാവ അവർക്ക് ഉൾക്കൊള്ളേണ്ട ഒട്ടേറെ മാറ്റങ്ങളുമുണ്ട്. അവർ ആർജിച്ചെടുക്കേണ്ട ഒട്ടേറെ മേന്മകളും അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ശീലങ്ങളും അവരിൽ അർപ്പിതമാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളുമായി നിങ്ങൾ സഹവസിക്കുമ്പോൾ അവർക്ക് എന്താണ് സ്നേഹമെന്നും അല്ലെങ്കിൽ എന്താണ് മറ്റു കുട്ടികളോടൊപ്പം ചേർന്നുള്ള അവരുടെ പെരുമാറ്റമെന്നും എങ്ങനെയാണ് സ്നേഹവും സമാധാനവും സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് ചെയ്യാനാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ വീടുകളിലെ അകത്തളങ്ങളിൽ ചർച്ചയാകുമ്പോൾ അവർ സ്കൂളിലേക്ക് വരികയും അത് അവരുടെ അധ്യാപകരുമായി അവർ ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്യുമ്പോൾ, അധ്യാപകരും കൂടെയാകുമ്പോൾ, അധ്യാപകരും രക്ഷിതാക്കളും മാനേജ്മെൻറ്റ് പ്രതിനിധികളും എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി നിലകൊള്ളുമ്പോൾ ആ കുട്ടിയിലുണ്ടാകുന്ന എല്ലാ കഴിവുകളെയും പ്രകടിപ്പിക്കുക മാത്രമല്ല ആ കുട്ടിയെ നന്നായി വളർത്തിയെടുക്കാനും സമൂഹത്തിനും നാടിനും വീടിനും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റിയെടുക്കാനും സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. നമുക്കറിയാം, ഒട്ടേറെ വൈവിധ്യങ്ങൾക്കിടയിൽ ആ വൈവിധ്യങ്ങളെയെല്ലാം ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് നുകരുകയും ആ വൈവിധ്യങ്ങൾക്കപ്പുറത്തേക്ക് അവർക്ക് സ്നേഹവും സമാധാനവും എന്തിനേറെ അവരിലുണ്ടാകുന്ന ആ ഒരു അടുപ്പവും ഒക്കെ നല്ല ഒരു കൂടിച്ചേർക്കലുകളായി നല്ല ക്ലാസ് റൂമുകളായി വാർത്തെടുക്കാൻ സാധിക്കും എന്നത് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും ആവശ്യപ്പെടുകയാണ്. കാരണം ഇന്നത്തെ കാലത്ത്, അതായത് ഇന്ന് എല്ലാ മികവുറ്റ സാങ്കേതിക വിദ്യകളും അർപ്പിതമാണ്, നമ്മളിൽ അർപ്പിതമാണ്. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു വസ്തുതയാണ്. ആ വസ്തുതക്കപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നല്ല കാര്യങ്ങൾ വാർത്തെടുക്കാനും അതിലേക്ക് തന്നെ നമ്മൾ ചീത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതിലേക്ക് തിരിഞ്ഞു പോകാനുള്ള കുട്ടികളുടെ ആ കുഞ്ഞിളം മനസ്സുകൾ എപ്പോഴും പ്രാപ്തമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാക്കളും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ നന്നായി ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ്. ആകെ മലീമസമായി കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ എല്ലാം നുകരുന്ന, എല്ലാം മനസ്സിലാക്കുന്ന ആ വിദ്യാർത്ഥികൾ എന്താണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെന്നും എന്താണ് കുട്ടികളുടെ കടമയെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരെ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയാൻ ഞാൻ ഈ ഒരു വേദി ഉപയോഗപ്പെടുത്തുകയാണ്. കുട്ടികളിൽ ഉറഞ്ഞു കിടക്കുന്ന കലാവാസനകളെ പുറത്തു കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അവരെ മികവുറ്റതാക്കി സ്കൂളിൻ്റെ പഠന നിലവാരത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവുറ്റതാക്കി മാക്കുമ്പോൾ അവരിലുണ്ടാക്കേണ്ട ഒട്ടേറെ മാനുഷിക മൂല്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സ്കൂളിൽ നിരന്തരമായി AMLP സ്കൂൾ കുറ്റിപ്പുറം നോർത്തിൽ നിരന്തരമായി ഓരോ പരിപാടികളും വളരെ തന്മയത്തമായി മാനേജ്മെൻറ്റുമായും PTA കമ്മിറ്റിയുമായും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് സ്കൂളിലെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ഇന്നത്തെ കാലത്ത് എളുപ്പമാണ് സോഷ്യൽ മീഡിയ വഴി മനസ്സിലാക്കുമ്പോൾ കുട്ടികളുടെ നിലവാരവും അധ്യാപകരുടെ സ്റ്റാൻഡേർഡും മാനേജ്മെൻറ്റിൻ്റെ പങ്കും PTA പങ്കുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഒട്ടേറെ ടാലൻ്റായ വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കാൻ കൂടി കഴിയുന്നുണ്ട് എന്നുള്ള വസ്തുത കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഓരോ വർഷവും ടാലൻ്റ് എക്സാമിൽ മികവുറ്റ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുമ്പോൾ ആ കുട്ടികൾ പിന്നീട് വരുന്ന ക്ലാസ്സുകളിലേക്ക് അതവരുടെ ഒരു വിജയ മൂല്യമായി കണക്കാക്കുകയും അതിനപ്പുറത്തേക്ക് അവരുടെ പഠന മാധ്യമങ്ങളെയും പാഠ്യേതര മികവുകളെയും കോർത്തിണക്കിക്കൊണ്ട് കൊണ്ടുപോകുമ്പോൾ സ്കൂളിനത് അഭിമാനമാണ്, മാനേജ്മെൻറ്റിന് അത് ഒരു അഭിമാനമാണ് എന്നതിനപ്പുറത്തേക്ക് രക്ഷിതാക്കൾക്കും നാടിനുമെല്ലാം കോട്ടക്കൽ നഗരസഭയ്ക്കും അതൊരു അഭിമാനകരമായ നിമിഷങ്ങളാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാഠാനുബന്ധ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഓരോ ക്ലാസ്സും മുന്നോട്ട് പോകുന്ന ഒരു യുഗത്തിലാണ്, അല്ലെങ്കിൽ പാഠപുസ്തകം പഠിച്ച് അപ്പാടെ പരീക്ഷ എഴുതുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഒട്ടേറെ വസ്തുതകൾ ഗ്രഹിച്ചുകൊണ്ടും അത് പ്രാവർത്തികമാക്കും, അത് കാണിച്ചു കൊടുത്തുകൊണ്ടും ഒക്കെയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്, ഒരു പുത്തൻ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് തുടർന്നു കൊണ്ടുപോകുന്നത്. നിലവിലുള്ളത് വിദ്യാഭ്യാസ രംഗത്തിലുണ്ടാകുന്ന നൂതനമായിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ പാഠാനുബന്ധ പ്രവർത്തനങ്ങളെയും അവരെ മുഖവിലക്കെടുക്കുകയും അത് പ്രവർത്തന മികവുറ്റതാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി
3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഹരിതകർമ്മസേന, അതായത് മാലിന്യ സംസ്കരണം എന്നുള്ളൊരു വിഷയം, മാലിന്യമുക്ത നവകേരളം നമ്മളുടെ ഒരു പ്രോജക്റ്റാണ്. ആ മാലിന്യമുക്ത കേരളം സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു പാഠഭാഗത്തിൽ ഒരു അധ്യായം ഹരിതകർമ്മസേനയെക്കുറിച്ചായിരുന്നുവെങ്കിൽ ആ കുട്ടികളെ അതിന് എന്താണ് ഹരിതകർമ്മസേനയെന്നും എന്താണ് അവരുടെ പ്രവർത്തനമെന്നും എന്താണ് കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രോട്ടോകോൾ ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിന് കുട്ടികൾക്കുള്ള പങ്ക് എന്താണ് എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു പൂർണ്ണ ഉപാധി ടീച്ചർ മുന്നിലേക്ക് എടുത്തുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകർ അവരെ അതിനെ പരിശീലിപ്പിച്ചുകൊണ്ട് ഹരിതകർമ്മസേനയ്ക്ക് തപാൽ വഴി ആ കുട്ടികൾക്ക് ആ തപാലിനെ കുറിച്ചും എന്താണ് തപാലെന്നും എങ്ങനെയാണ് കത്ത് പോസ്റ്റ് ചെയ്യുന്നതെന്നും ആ കത്ത് എവിടെ കിട്ടുന്നതെന്നും അതിനെന്ത് മറുപടി കിട്ടിയെന്നുമുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം കോട്ടക്കൽ നഗരസഭയിലേക്ക് ഹരിതകർമ്മസേനയിലേക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കത്ത് പോസ്റ്റ് വഴി അയച്ചുകൊണ്ട് ആ കത്ത് കിട്ടിയ ഉടനെ തന്നെ കോട്ടക്കൽ നഗരസഭയുടെ ചെയർപേഴ്സണും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും വൈസ് ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഒന്നു ചേർന്നുകൊണ്ട് സ്കൂളിൽ വരികയും ആ കുട്ടികളെ അഭിനന്ദിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ ഇതിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം കാഴ്ചവെച്ചപ്പോൾ കോട്ടക്കൽ നഗരസഭ അതോർത്ത് അഭിമാനം കൊള്ളുകയാണ്. മാത്രവുമല്ല, അതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് കൃഷി എന്താണെന്നും എന്താണ് കൃഷിയെന്നും അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്നുള്ള വിഷയങ്ങളൊക്കെ കുട്ടികൾ ചെയ്യുന്നത് അവർ സ്വയം ആ ഒരു വർക്ക് ഏറ്റെടുത്തുകൊണ്ട് സ്കൂളിൻ്റെ ഒരു ഓരത്ത് പച്ചക്കറി നട്ടുകൊണ്ട് അല്ലെങ്കിൽ കൃഷി ചെയ്തുകൊണ്ട് കൃഷിയെക്കുറിച്ചുള്ള പഠനാനുഭവങ്ങൾ അവരുടെ മനസ്സിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഒരു പക്ഷേ കുട്ടികളിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെയും വിഭാവനം ചെയ്യാൻ ഇത്തരം പരിപാടികൾക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. മാത്രവുമല്ല, കാരുണ്യച്ചെപ്പ് എന്നുള്ളൊരു വിഷയം ഇവിടെയുണ്ട്. ഒരു പദ്ധതി തന്നെ സ്കൂളിൽ അരങ്ങേറിയിട്ടുണ്ട്. നമുക്കറിയാം, ഓരോ വർഷവും കുട്ടികൾ അവരുടെ ബർത്ത്ഡേകളും ഒക്കെ മിഠായിയിൽ ഒതുക്കാതെ, ഇന്ന് മിഠായിയൊന്നും സ്കൂളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. കാരണം മിഠായി കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക് കടലാസുകൾ ഉണ്ടാകുമെന്നുള്ളതിനാൽ തന്നെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ശില്പികളാകാൻ സ്കൂളും പരിസരവും ഹരിത വിദ്യാലയം എന്നുള്ള ആ പ്രോട്ടോകോളിൽ നിന്നുകൊണ്ട് പ്രവർത്തനം തുടങ്ങാൻ അത്തരം സംവിധാനങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കുകയും ഓരോ ബർത്ത്ഡേകളും കുട്ടികൾ മറ്റുള്ളവർക്ക് തൻ്റെ സഹപാഠികൾക്ക് ബുക്കും പെൻസിലും പേനയും ഒക്കെയായി ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ട് ഓരോ ആഘോഷവും അവർ നടത്തപ്പെടുമ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വളർന്നു വരുന്ന മക്കൾക്ക് കുഞ്ഞിളം മനസ്സുകളിൽ കോറിയിടേണ്ട ഒട്ടേറെ മാനുഷിക മൂല്യങ്ങളെയും അതിനപ്പുറത്തേക്ക് ഒരുപാട് സംസ്കാര സമ്പന്നതയെയും സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രവർത്തികളെയൊക്കെ നമ്മൾ കാണുന്നത്. ഏതായാലും ഏറെ അഭിമാനമുണ്ട്, ഏറെ സന്തോഷമുണ്ട്. ഇത്തരം പ്രവർത്തികളുമായി മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി ഇതിനു മുന്നേ നമുക്കറിയാം, സ്കൂളുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഹരിത വിദ്യാലയം എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലാണ്. എല്ലാ സ്കൂളുകൾക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ ഹരിത മിഷൻ തയ്യാറാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ ഊർജിതപ്പെടുത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തന്നെ സർക്കാർ ഇറക്കിയിട്ടുണ്ട്. ആ പോസ്റ്റർ മുഴുവൻ സ്കൂളുകളിലും അത് പ്രാവർത്തികമാക്കണം എന്നുള്ളത് ഇന്നലെ മെസ്സേജ് വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു. മുഴുവൻ എച്ച്എമ്മാരുടെയും ശ്രദ്ധയിലേക്ക് ഈ ഒരു വേളയിൽ ഞാനത് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട അംബിക ടീച്ചറോട് ഞാൻ ഈ ഒരു അഭ്യർത്ഥന ഇതുമായി ബന്ധപ്പെട്ട്, കാരണം സ്കൂളിൻ്റെ ഹരിത വിദ്യാലയം എന്നുള്ള സങ്കല്പത്തിലേക്ക് ഉയരുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം. മാത്രവുമല്ല, തൊട്ടപ്പുറത്ത് നമ്മുടെ നജമുൽ ഹുദ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ആ സ്കൂളിലെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ വേദിയിലുണ്ട്. എല്ലാവരോടും നമ്മളുടെ സ്കൂളിനെ എങ്ങനെയാണ് ഹരിത വിദ്യാലയമാക്കുക എന്നുള്ള ആ ഒരു പ്രോട്ടോകോൾ
അതിലേക്ക് ഉയരാൻ, ഹരിത വിദ്യാലയം എന്ന സങ്കല്പത്തിലേക്ക് ഉയരാൻ എന്നുള്ള ആ ഒരു ഇതിലേക്ക് നിങ്ങൾ ഉണരണമെന്നു കൂടി ഓർമ്മപ്പെടുത്താൻ ഈ ഒരു വേദി ഉപയോഗപ്പെടുത്തുകയാണ്. ഒട്ടേറെ LSS നേടിയ വിദ്യാർത്ഥികളുണ്ട്, അവരെ ആദരിക്കുന്ന ചടങ്ങുകളുണ്ട്. അതേപോലെ തന്നെ കാരുണ്യച്ചപ്പിലേക്ക് സംഭാവന നൽകിയതിൻ്റെ വിതരണമുണ്ട്. മാത്രവുമല്ല ടാലൻറ്റ് എക്സാം വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഇവിടെ നടക്കാനുണ്ട്. ഒട്ടനവധി വ്യത്യസ്തമായിട്ടുള്ള മറ്റ് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറേണ്ട ഒരു സദസ്സാണ്. ഇടക്ക് വെച്ചാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ നിന്നിട്ടുള്ളത്. നമുക്കറിയാം, ഏറെ അഭിമാനത്തോടു കൂടി, ഏറെ സന്തോഷത്തോടു കൂടി ഈ ഒരു പരിപാടിയിൽ എനിക്ക് ഒരു അവസരം തന്നതിൽ ഇതിൻ്റെ സംഘാടകരോട് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഓരോ മക്കളും നിങ്ങളുടെ നല്ല ശീലങ്ങളെ ഉണർത്തി കുട്ടികളെ അതിനായി രക്ഷിതാക്കൾ അവരെ വശംവദരാക്കുകയും പ്രിയപ്പെട്ട അധ്യാപകരും അവരോട് ചേർന്ന് നിൽക്കുന്ന മാനേജ്മെൻറ്റ് പ്രതിനിധികളും PTA എക്സിക്യൂട്ടീവ് ഒന്നടങ്കം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി ഒന്നടങ്കം കുട്ടികളുടെ കാര്യങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് സപ്പോർട്ടായി നിന്നുകൊണ്ട് അവരുടെ വിജയത്തിനുതകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എല്ലാവർക്കും സാധിക്കുമാറാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും എപ്പോഴും സ്കൂളിനോടൊപ്പവും വിദ്യാർത്ഥികളോടൊപ്പവും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് സ്കൂളിൻ്റെ നിലനിൽപ്പിനെ നല്ല രീതിയിൽ ഉയർത്തുന്ന രീതിയിൽ നിങ്ങളുടെ പഠനഭാഗവും പാഠ്യേതര പ്രവർത്തനങ്ങളും ഉന്നതമാക്കിക്കൊണ്ട് സ്കൂളിൻ്റെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും സ്കൂളിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉഷാറാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിച്ചുകൊണ്ടും വിജയാശംസകൾ നേർന്നുകൊണ്ടും IMLP സ്കൂൾ കുറ്റിപ്പുറം നോർത്തിൻ്റെ 84-ാം വാർഷികാഘോഷത്തോടുകൂടി നടത്തപ്പെടുന്ന ഗാല 2K25 എന്ന വാർഷികാഘോഷ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി കാരുണ്യച്ചെപ്പ് സഹായനിധി വിതരണമാണ്. നമ്മുടെ സ്കൂളിൽ സാമൂഹ്യ പങ്കാളിത്തത്തോടെ 10 വർഷത്തിലധികമായി തുടർന്നു പോരുന്ന ഒരു സഹായനിധി പദ്ധതിയാണ് കാരുണ്യച്ചെപ്പ് സഹായനിധി. PTA നിർദ്ദേശപ്രകാരം നമ്മുടെ തന്നെ സ്കൂളിലെ അർഹരായ രക്ഷിതാക്കളെ കണ്ടെത്തി വാർഷികാവസാനം ആ തുക കൈമാറുകയാണ് ചെയ്യാറ്. ഇപ്രാവശ്യം നമ്മൾ ആദ്യ അധ്യയന വർഷാരം തന്നെ ആദ്യ ഗഡു നൽകിയതാണ്. അതിൻ്റെ 2ാം ഗഡുവായി 2 രക്ഷിതാക്കൾക്കായി നമ്മൾ ഇന്നിവിടെ നൽകുന്നു. കാവതിയോളം പ്രദേശത്തുള്ള രക്ഷിതാവിന് സഹായനിധി കൈമാറുന്നതിന് സ്കൂൾ ലീഡർ അജ്സലിനെയും ഏറ്റുവാങ്ങുന്നതിനായി PTA പ്രസിഡന്റ് അസൈന അരേക്കാടിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി വില്ലൂർ പ്രദേശത്തെ രക്ഷിതാവിനുള്ള സഹായനിധി കൈമാറുന്നതിനായി സ്കൂൾ ലീഡർ അജ്സൽ കുന്നത്തിനെയും PTA വൈസ് പ്രസിഡന്റ് സഫ്വാൻ വാഫിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി LSS അവാർഡ് ദാനമാണ്. നമ്മുടെ സ്കൂളിൻ്റെ അക്കാദമിക നേട്ടങ്ങളിൽ ഏറ്റവും മികവാർന്ന നേട്ടങ്ങളിൽ ഒന്നാണ് എല്ലാ വർഷവും
നമുക്ക് ലഭിക്കുന്ന LSS സ്കോളർഷിപ്പുകൾ. 2023-24 അധ്യയന വർഷത്തെ സ്കോളർഷിപ്പിന് അർഹനായിട്ടുള്ള കുട്ടികളെയാണ് ആദരിക്കുന്ന ചടങ്ങാണ് ഈ വേദിയിൽ നടക്കുന്നത്. അവാർഡ് നൽകുന്നതിനായി മാനേജർ ഇൻചാർജ് മുനീർ ഹുദവിയെയും ഏറ്റുവാങ്ങുന്നതിനായി കുട്ടികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിദ ജയരാജ്, ഫിദ ഫാത്തിമ, മുഹമ്മദ് റബീഹ് PT. ത്രിദ ജയരാജ്, son of Jayaraj and Jisha. Fida Fatima, daughter of Muhammad Abdus Samad and Hajifa. അടുത്തതായി മുഹമ്മദ് റബീഹ് PT, son of ഫക്രുദ്ദീൻ ആൻഡ് നസിറ. LSS സർട്ടിഫിക്കറ്റ് വിതരണം ആണ് ഈ വേദിയിൽ അടുത്തതായിട്ട് നടക്കുന്നത്. അത് ഏറ്റുവാങ്ങുന്നതിനായി കുട്ടികളെയും കൊടുക്കുന്നതിനായി മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം മജീദ് ഫൈസിയെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഹാദി PK, മുഹമ്മദ് ഷയാൻ, മിഹിന ഫാത്തിമ, മിൻഹ ഫാത്തിമ, ഹെൽന ഫാത്തിമ. ഹാദി PK, മുഹമ്മദ് ഷയാൻ, മിഹിന ഫാത്തിമ, മിഹിന ഫാത്തിമ. മിഹിന ഫാത്തിമ, മിൻഹ ഫാത്തിമ. ഹെൽന ഫാത്തിമ. അടുത്തതായി ജില്ലാ ലൈബ്രറി കൗൺസിൽ വായനാ മത്സര വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. മലപ്പുറം ജില്ലാ കൗൺസിൽ മുനിസിപ്പൽ തല വായനാ മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നമ്മളെ സ്കൂളിലെ കുട്ടികൾ തന്നെ കരസ്ഥമാക്കി താലൂക്ക് തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. താലൂക്ക് തലത്തിൽ നിന്നും ജില്ലാ തലത്തിലേക്കും നമ്മളെ സ്കൂളിലെ കുട്ടികളെ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ കുട്ടികൾ മാനേജ്മെൻറ്റിൻ്റെ അനുമോദന ചടങ്ങാണ് ഈ വേദിയിൽ നടക്കുന്നത്. ആദരവ് നൽകുന്നതിനായി മാനേജ്മെൻറ്റ് പ്രതിനിധികളെയും ഏറ്റുവാങ്ങുന്നതിനായി കുട്ടികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. മുനിസിപ്പൽ തലത്തിൽ നിന്നും താലൂക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 1, 2, 3 സ്ഥാനം നേടിയ ഹൃതിക മേനോൻ, സ്വാതി ഹൃതിക അല്ല സ്വാതി, ഹൃതിക സ്വാതി, അനുമിത, ഇവരിൽ നിന്ന് താലൂക്കിൽ നിന്നും ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ അഭിമാന താരമായ ഹൃതിക മേനോൻ. അടുത്തതായി ടാലൻറ്റ് അവാർഡ് ദാനം. നെക്സ്റ്റ് ടേൺ ടാലൻറ്റ്. LKG UKG വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന മത്സര പരീക്ഷയിൽ ഓൾ കേരള ടാലൻറ്റ് എക്സാം വിജയികളെ 1, 2, 3 സ്ഥാനം നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്
കുട്ടികളെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട യൂനുസ് ഹാജിയെയും ഏറ്റുവാങ്ങുന്നതിനായി പേര് വിളിക്കുന്ന കുട്ടികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. LKG ഫസ്റ്റ് റാങ്ക് ലഷ എം. LKGയിലെ തന്നെ ഹിബ റഷീദ് ഫസ്റ്റ് റാങ്ക് ഹിബ റഷീദ്. അടുത്തതായി UKG ഫസ്റ്റ് റാങ്ക് റസാൻ റാഫി KP. റസാൻ റാഫി KP. ഫസ്റ്റ് റാങ്ക് അയാൻ അലി UKG അയാൻ അലി. അടുത്തതായി LKG സെക്കൻഡ് റാങ്ക് അബ്ദുള്ള ആസീം. സെക്കൻഡ് റാങ്ക് അബ്ദുള്ള ആസീം. അവാർഡ് കൊടുക്കുന്നതിനായി MTA പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. MTA പ്രസിഡന്റ് സുഫീന. സൽബ മൻസൂർ. സെക്കൻഡ് റാങ്ക് LKG സൽബ മൻസൂർ. UKG സെക്കൻഡ് റാങ്ക് ഇൻഷ ഫാത്തിമ. അവാർഡ് നൽകുന്നതിനായി MTA വൈസ് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നാദിയ. MTA വൈസ് പ്രസിഡന്റ് നാദിയ. ജസ സഹ്റീൻ UKG സെക്കൻഡ് റാങ്ക് ജസ സഹ്റീൻ. UKG തേർഡ് റാങ്ക് ഹൃത്തിക് ജൈസ. അവാർഡ് നൽകുന്നതിനായി റംല ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹൃതിക്. ജൈസ ഫാത്തിമ.
UKG 3rd റാങ്ക് ഇഷ മെഹ്റീൻ, ഷാഫിയ തെസ്നി ഇവരെ അനുമോദിക്കുന്നതിനായി നമ്മളുടെ സ്കൂളിലെ മുൻ അധ്യാപകനും ആയ മുഹമ്മദ് കുട്ടി മാഷെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇഷ മെഹ്റീൻ. ഷാഫിയ തസ്നി. അടുത്തതായി ഈ വേദിയിൽ നടക്കുന്നത് നമ്മുടെ സ്കൂളിലെ വാർഷിക പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 1-4 ക്ലാസ്സിലെ കുട്ടികൾക്കായി നൽകുന്ന രുക്മിണി ടീച്ചർ എൻഡോമെൻ്റ് അവാർഡാണ്. നമ്മുടെ സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയായിരുന്നു രുക്മിണി ടീച്ചർ. ആ അവാർഡ് നൽകുന്നതിനായി അംബിക ടീച്ചറെയും ഏറ്റുവാങ്ങുന്നതിനായി 1ാം ക്ലാസ്സിൽ നിന്നും ഫാത്തിമ റുസ്ത. 4ാം ക്ലാസ്സിലെ ത്രിത ജയരാജ്. 1ാം ക്ലാസ്സിലെ ഫാത്തിമ റുസ്ത. ത്രിത ജയരാജ് ഉണ്ടോ? ത്രിത ജയരാജ്. ആ കുട്ടികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരുക. അടുത്തതായി നമ്മുടെ ഈ വേദിയിൽ നടക്കുന്നത് നമ്മളുടെ കാവതിയോളം പ്രദേശത്ത് നിന്ന് വക്കീലായി എൻറോൾ ചെയ്ത ഷിബിലിക്ക് നമ്മുടെ ജന്മനാടിൻ്റെ ആദരവ്. അത് നൽകുന്നതിനായി സ്കൂൾ ഹെഡ് മിസ്ട്രസ് അംബിക ടീച്ചറെയും ഏറ്റുവാങ്ങുന്നതിനായി ഷിബിലിയെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ വേദിയിൽ നടക്കുന്നത് അധ്യാപക ക്യാഷ് അവാർഡ് വിതരണം. വാർഷിക പരീക്ഷയിൽ അതിലേക്കായി 1ാം ക്ലാസ് ഫാത്തിമ റുസ്ത, കൂടെ സുഹൈല ടീച്ചർ. 2ാം ക്ലാസ് ഹന്ന ഹദിയ PK, കൂടെ ഉമ്മു ഹബീബ ടീച്ചർ. 3ാം ക്ലാസ് സോദി NK, കൂടെ രജനി ടീച്ചർ. 4ാം ക്ലാസ് ത്രിജ രജാത്ത്, കൂടെ ബിജു ജോസഫ്. വാർഷിക പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 1, 2, 3, 4 ക്ലാസ്സിലെ കുട്ടികൾക്ക് അധ്യാപകർ നൽകുന്ന ക്യാഷ് അവാർഡ് വിതരണം. ഈ അവാർഡ് നൽകുന്നതിനായി താഴെ പറഞ്ഞ ക്ലാസ് അധ്യാപകരെയും കുട്ടികളെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. 1ാം ക്ലാസ് ഫാത്തിമ റുസ്ത നൽകുന്നതിനായി സുഹൈല ടീച്ചർ. 2ാം ക്ലാസ് ഹന്ന ആദിയ നൽകുന്നതിനായി ഉമ്മു ഹബീബ ടീച്ചർ.
സ്വാതി എൻ കെ, രചന ടീച്ചർ. നാലാം ക്ലാസ് ത്രിത ജയരാജ്, ബിജു മാസ്റ്റർ. ത്രിത ജയരാജ്, ബിജു മാസ്റ്റർ. അടുത്തതായി സ്പോട്ട് അഡ്മിഷൻ. നമ്മുടെ സ്കൂളിലെ MLP സ്കൂൾ കുറ്റിപ്പുറ നോർത്തിലെ 2024-25 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ്. ഇതിനായി അബ്ദുൾ റഷീദിനെയും പ്രധാന അധ്യാപിക അംബിക ടീച്ചറെയും ക്ഷണിച്ചുകൊള്ളു. ഞാൻ പോകും. ഇരുപത്തഞ്ച് 26 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് വേദിയിൽ നടക്കുന്നത്. ഇനി LKG UKG കുട്ടികൾക്കായി മലർവാടി സംസ്ഥാനതല ബാലചിത്രരചന മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും നമ്മുടെ സ്കൂളിലെ കുട്ടി സംസ്ഥാനതല ചിത്രരചനാ മത്സരത്തിൽ 3rd പ്രൈസ് നേടിയിട്ടുണ്ട്. ആ കുട്ടിക്കുള്ള അവാർഡ് ദാനമാണ് UKG ക്ലാസ്സിലെ നസ്വിൻ യു. നേരത്തെ അവാർഡ് ഏറ്റുവാങ്ങാനെത്താത്ത ഒരു കുട്ടിയായിരുന്നു എൻഡോമെൻറ്റ് 4ാം ക്ലാസ്സിൽ നിന്നും അർഹയായ ത്രിത ജയരാജ്. 1ാം ക്ലാസ്സിലെ കുട്ടി റുഷ്ത മേക്കപ്പ് റൂമിലായത് കാരണം രക്ഷിതാവ് ഉണ്ടെങ്കിൽ വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്. ഇതോടുകൂടി നമ്മുടെ ഈ കലോത്സവത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനവും അവാർഡ് ദാന ചടങ്ങുകളും അവസാനിച്ചതായി അറിയിക്കുന്നു. ഇനി ആശംസകൾ അർപ്പിക്കാനായി
ഷാഫി മാസ്റ്റർ, എന്താ പറയാൻ പോണു, ഷാഫി മാസ്റ്റർ പറയാണ് ഇല്ല, മുഹമ്മദ് കുട്ടി മാസ്റ്റർ നമ്മളുടെ മുൻ അധ്യാപകൻ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വർഷം തോറും നമ്മുടെ കുറ്റിപ്പുറം നോർത്തിൽ നടത്തി വരാറുള്ള വാർഷികത്തിൽ ഈ പ്രധാന ചടങ്ങായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കൗൺസിലർ റംല ടീച്ചർ, അതുപോലെ ഈ യോഗത്തിലെ അധ്യക്ഷൻ എൻ്റെ വിദ്യാർത്ഥി കൂടിയായ അരീക്കാടൻ ഹസൈൻ, മറ്റ് ഈ പരിപാടിയിലെ മുഖ്യ നടത്തിപ്പുകാരായ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, PTA, MTA പ്രസിഡൻറ്റുമാർ, വൈസ് പ്രസിഡൻറ്റുമാർ, അഡ്വക്കേറ്റ് ഷിബിലി, അംബിക ടീച്ചർ, മറ്റ് അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ എല്ലാം നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ വർഷവും നമ്മുടെ സ്കൂളിൽ വലിയ ഗംഭീരമായി നടത്തി വരാറുള്ള ഈ വാർഷിക പരിപാടി നിങ്ങൾ ചടങ്ങിൽ കണ്ട് ഒരുപാട് വിദ്യാർത്ഥിനികൾ വിദ്യാഭ്യാസത്തിൻ്റെ പല നിലക്കുള്ള മത്സര പരീക്ഷകൾ വിജയിച്ച, ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരുപാട് വിദ്യാർത്ഥികളെ ഈ സ്റ്റേജിൽ വെച്ച് ആദരിച്ചു. എല്ലാ വർഷവും ഇതുപോലുള്ള പരിപാടി ഇവിടെ നടത്തപ്പെടാറുണ്ട്. എല്ലാ വർഷവും ഇത് പൂർവോപരി ശക്തിയായി ഇവിടെ എല്ലാ രംഗത്തും കുട്ടികൾ ശോഭിച്ചു വരുന്നതായും നമ്മൾ കാണാനിടയായി. അതുകൊണ്ട് ഈ തൊട്ടുമുമ്പുള്ള എല്ലാ പരിപാടികളിലും നമ്മുടെ സപ്പോർട്ടാണ് രക്ഷിതാക്കന്മാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതുപോലെ PTA, MTA പൂർവോപരിയായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെയും സപ്പോർട്ടുകളാണ് ഇതിന് വേണ്ടത്. അതിന് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാകണമെന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം, നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിക്കാനായി സഫ്വാൻ വാഫി വൈസ് പ്രസിഡന്റ് ഇല്ല പോയോ, ഷിബിലിക്ക് എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ടെങ്കിൽ. വേദിയിലിരിക്കുന്ന ബഹുമാനാദരവുകൾ നിറഞ്ഞ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളെ, ഉപ്പമാരെ, ഉമ്മമാരെ, മാതാപിതാക്കളെ, നമ്മൾ രക്ഷിതാക്കൾ ഈ ഒരു സ്ഥാപനത്തെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് ഈ വേദി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നൽകപ്പെടുന്ന ഒരുപാട് ഉപഹാരങ്ങൾ, ഇവിടെ നമ്മുടെ കുട്ടികളാൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രോഗ്രാമുകളും നമ്മോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥാപനം ഏറ്റവും മികച്ച ഒരു വിദ്യാലയം തന്നെയാണ് എന്ന്. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു സ്ഥാപനത്തെ, ഒരു കുഞ്ഞു വിദ്യാലയത്തെ ഈ നാടും നാട്ടുകാരും എത്രത്തോളം സ്നേഹിക്കുന്നു, ഏറ്റെടുക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നത്തെ ഗാല 2K25 സദസ്സും പറയും. അത്രയും ഗംഭീരമായിരിക്കും നമ്മുടെ ഗാല എന്ന ആശംസയോടെ നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തായി ആശംസകൾ അർപ്പിക്കാൻ ഷിബിലിയെ ക്ഷണിച്ചോളുന്നു. പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന ഈ PTA പ്രസിഡൻറ്റ് ഹസൈൻ, പ്രധാന അധ്യാപിക, വാർഡ് കൗൺസിലർ, നജ്മുൽ-ഹുദയുടെ മാനേജ്മെൻറ്റ് അംഗങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, വളരെ സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം ഇത്തരത്തിൽ ഇവിടെ ഒരു അവാർഡ്
വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ അതിനാദ്യം തന്നെ ഇതിൻ്റെ സംഘാടകരോട് ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, ഒറ്റ കാര്യം മാത്രം പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കൂടിയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഈ കുട്ടികൾ. അവരുടെ മുഖങ്ങളിൽ ആ സന്തോഷങ്ങൾ കാണാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംസാരങ്ങളിൽ അവർക്ക് താല്പര്യമില്ല. അവരുടെ പരിപാടികൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള, അത് ഇവിടെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രാക്ടീസ്, അവരുടെ കഠിനാധ്വാനം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആ ഒരു ഇപ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ആ ആത്മാർത്ഥത ഉണ്ടല്ലോ, ആ ആത്മാർത്ഥതയെ നമ്മൾ കൃത്യമായി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ ഈ നാടിനും നിങ്ങൾക്കും എല്ലാവർക്കും ഉതങ്ങുന്ന നല്ല രീതിയിലുള്ളൊരു തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ മാനേജർ ഇൻചാർജ് മുനീർ ഹുദവി സാറെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്റ്റേജിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ നാട്ടുകാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി, ഗാല 2K25 അതിഗംഭീരമായ ഉദ്ഘാടന സെഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സ്ഥാപനത്തിൻ്റെ മികവുകൾ നാട്ടുകാരുടെ മുമ്പിലും പ്രദർശിപ്പിക്കപ്പെടുകയും അതിലേറെ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ അവതരിപ്പിക്കാനും അത് പുറത്ത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു അവസരമാണിത്. നമ്മുടെ ടീച്ചേഴ്സ്, സ്ഥാപനത്തിലെ ടീച്ചേഴ്സ് പ്രഗത്ഭരും ഡെഡിക്കേറ്റഡുമായ നല്ല ഒരു ടീം വർക്കിൻ്റെ ഗുണഫലം കൂടിയാണ് ഈ ഒരു പരിപാടി. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ രക്ഷിതാക്കൾ, അതുപോലെ എന്നുമെന്നും ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടുകാരും രക്ഷിതാക്കളും സ്ഥാപനത്തിന് കൂടെ നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ സന്തോഷം സംഗമിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സന്തോഷത്തിൽ ഇനിയും ഒരുപാട് കാലം നമുക്ക് ഉയർച്ചയിൽ എത്താനും ഈ സന്തോഷത്തിൽ പങ്കുചേരാനും അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് ഈ സ്ഥാപനം മുനിസിപ്പാലിറ്റിയും കടന്ന് ജില്ലയും കടന്ന് സംസ്ഥാന തലങ്ങളിൽ വരെ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനമായി മാറിയത് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഒത്തൊരുമയും അവരുടെ സഹകരണം കൂടി കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം എന്നെന്നും ഉണ്ടാകണമെന്ന്, ഇനിയും സ്ഥാപനം ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ സഫീന തത്രംപള്ളി MTA പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ 84ാമത്തെ വാർഷികാഘോഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും എത്തിയിട്ടുള്ളത് നമ്മുടെ പൊന്നുമക്കളുടെ പരിപാടികൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. നേരത്തെ എത്താത്ത എൻഡോമെൻ്റ് വിതരണം ഏറ്റുവാങ്ങുന്നതിന് ത്രിത എത്തിയിട്ടുണ്ട്. നൽകുന്നതിനായി അംബിക ടീച്ചറെയും ഏറ്റുവാങ്ങാൻ ത്രിതയെയും ക്ഷണിച്ചോളും. അടുത്തതായി 4ാം ക്ലാസ്സിൽ നിന്നും ജയിച്ചു പോകുന്ന കുട്ടികൾ നമ്മുടെ
ഹെഡ് മിസ്ട്രസിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ടീച്ചറിന് ഒരു ആദരവ് കൊടുക്കാനായി 4ാം ക്ലാസ്സിൽ നിന്ന് നിഷാനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി മലർവാടി ചിത്രരചന മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയ നസ്ഫിനെ ക്ഷണിക്കുന്നു. സമ്മാനം കൊടുക്കാനായി അഡ്വക്കേറ്റ് ഷിബിലിയെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പൊതുസമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഔപചാരികമായി നന്ദി അറിയിക്കാനായി അസ്യദുഷൻ ക്ഷണിക്കുന്നു. Happy evening all. I am Ashteshan. Today I am so happy to get an opportunity to thank all the dignitaries on the behalf of our celebration Gala 2K25 who made the event as great success. I extend my gratitude to our chief guests, PTA, management, teachers, parents and all the award winners and the participants. Also, I extend my gratitude to Nupura Dance Academy. Thank you all for being a part of our celebration Gala 2K25. Gratitude, have a wonderful day. നമ്മുടെ പൊതുസമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. കുട്ടികളുടെ കലാപരിപാടികൾ ഉടൻ തന്നെ തുടരുന്നതാണ്.